ഹായ് സോൾ, സുഭാഷ് ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളുടേതാണ്. അവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി അടുത്ത ഒരു നീക്കം എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫോക്കസ് ചെയ്യുക. വീഡിയോ റെസനേറ്റ് ആയാൽ കമൻറ്റ് ചെയ്യുക, റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, പ്ലീസ് യൂണിവേഴ്സ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികൾ അവർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിരുന്നത് 8 ഓഫ് വൺസ് ആണ്. സെക്കൻഡ് വൺ 2 ഓഫ് വൺസ് ആണ്. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. 8 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. മജിഷ്യൻ, ലവേഴ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് എംപററാണ്. മറ്റേ ബോട്ടം ഓഫ് ഡെക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്ന് കാർഡ് ഒന്ന് സെറ്റ് ചെയ്താൽ. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസ് ആണ്. 8 ഓഫ് വാൻസിനാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നിങ്ങളോട് വന്ന് സംസാരിക്കണം, നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയണം. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നിങ്ങളോട് വന്ന് സംസാരിക്കണം എന്നൊക്കെയുണ്ട്. 2 ഓഫ് വൺസിനാണ് വന്നിരിക്കുന്നത്. 2 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ലോകം തന്നെ നിങ്ങളാണ്. ഓക്കെ, നിങ്ങളെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഈ പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾ. 8 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം, ഒരു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്ത അങ്ങനെയാണ്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ അരികിലെത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മജീഷ്യനായിട്ട് നിങ്ങളുടെ അരികിലെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും അങ്ങനെയൊക്കെ ഒരു ഫാൻറ്റസി ലോകത്തൊക്കെ ഒരു തോട്ട്സൊക്കെ ഉണ്ട്. ഓക്കെ, ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഡിവൈൻ കണക്ഷൻ ആയിരിക്കാം, അതായിരിക്കാം എത്ര വിട്ടിട്ട് പോകാൻ തോന്നാത്തത്. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കാം, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അത് വിട്ടു പോകാൻ പറ്റാത്തൊരു അടുപ്പവും ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഈ കാർഡിന് എനിക്കിപ്പോൾ ഈ എനർജി മനസ്സിലാവുന്നത്. ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഒരു നല്ലൊരു മദർഹുഡ് ലേഡി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. മദർഹുഡ് ലേഡി എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയെ പോലെയോ, മനസ്സിലായോ, അങ്ങനെയുള്ളൊരു, ചിലപ്പം വിവാഹം കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരുടെ കുട്ടികളുടെ അമ്മയായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ലേഡി. ചിലപ്പോൾ ഈ കാണുന്നതിൽ നല്ല ബ്യൂട്ടിഫുൾ ലേഡി ഒക്കെ ആയിരിക്കാം, ഭയങ്കര ഇൻറ്റിറ്റ്യൂ പവറുള്ളൊരു ലേഡി ആയിരിക്കാം. ഹോപ്പാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ. ഓക്കെ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. അവർക്ക് നിങ്ങളിലാണ് പ്രതീക്ഷ. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങളിലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊക്കെ ഉണ്ട്. ഇന്ന് മൊത്തം പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സിൻ്റെ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ടവർ വന്നിട്ടുണ്ട്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിട്ടുണ്ട്. ഇതിൽ ടവർ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ. അത് കണ്ടിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല.
മാത്രമല്ല നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഈ സെപ്പറേഷൻ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 8 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായത്. ഓക്കെ, എൻഡായിട്ടില്ല. ഇത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും അതിനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഒരുക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക, നിങ്ങൾ നിങ്ങളിലേക്ക് സ്നേഹം പങ്കിടുക എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് സ്നേഹം പങ്കിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുക. ഒരു പഠിക്കുന്ന ആളുകളാണെങ്കിൽ, ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധിപ്പിക്കുക. ചെറിയ ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വില കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്. അപ്പോൾ താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. ഇന്ന് ഞാൻ ലൈവിൽ വരാൻ നോക്കാം. നേരത്തെ വരണമെങ്കിൽ നേരത്തെ വരാൻ നോക്കാം. ഓരോ തിരക്കും കാര്യങ്ങളായിട്ടാണ്. ഓക്കെ, അപ്പം താങ്ക് യു, ബൈ.